എന്റെ ഭാര്യ അകത്ത് കയറ്റിയിട്ട് 3 ദിവസമായി. നമുക്കിത് തന്നെ എവിടെ പോയാലും താമസം. കല്യാണത്തിന് ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞ അവിടെയും താമസം, പാലാച്ചിന് ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞ അവിടെയും താമസം, ലേബർ റൂമിൽ പ്രസവിക്കാൻ കയറ്റിട്ട് 3 ദിവസമായി. ഇത്രയും താമസിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യം പറഞ്ഞാലേ ഞാൻ പ്രസവിക്കാൻ കയറിയിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ പ്രസവിച്ചിട്ട് എന്റെ കൊച്ചു ഇവിടെ കിടന്ന് നാട്ടിങ്ങനെ എന്റെ ഭാര്യ പ്രസവിച്ച് ഇങ്ങനെ വിളിച്ചോണ്ട് മക്കളെ നീ എന്റെ കൊച്ചല്ലേ? പിന്നെ എന്റെ ഭാര്യ പ്രസവത്തിന് കേട്ടിട്ട് ഞാൻ ഇവിടെ നോക്കിയിരിക്കുന്നു. നീ ഇവിടെ ബഹളം കാണിക്കുന്നത് എന്തിനു? ചിലപ്പോ ഞാൻ ബഹളം കാണിക്കാം. അത് ചോദിക്കാൻ നിങ്ങളാരാണ്? കീരിപ്പന്ന. കീരി പറഞ്ഞെങ്കിൽ ആരെങ്കിലും ഡോക്ടറെ കാണില്ല. തച്ചേരി അതല്ല, കീരിപ്പന്ന രാജു. മണിയമ്പിള്ള രാജു എന്നല്ലേ? എന്റെ പേരാണ് പറഞ്ഞത്, കീരിപ്പന്ന രാജു എന്ന്. എനിക്ക് ഇച്ചിരി അത്യാവശ്യം. അങ്ങനെയാണ് ബക്കറ്റ് ബാത്റൂം ഉണ്ട്. ആ അത്യാവശ്യമല്ല, ഞാൻ ഇത്തിരി അത്യാവശ്യം പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞുതരാം. ബാ, നീ മലയും കീഴ് ഉണ്ണി എന്ന് കേട്ടിട്ടുണ്ട്? തിരിയുടെ ഉണ്ണി എന്ന് കേട്ടിട്ടുണ്ട്. എടാ അതല്ല, വെള്ളനാട് ജേപ്പി എന്ന് കേട്ടിട്ടുണ്ടാടാ? കാട്ടാക്കട രാജു എന്ന് കേട്ടിട്ടുണ്ടാടാ? എടാ ഇമ്മാതിരിയുള്ള കുപ്രസിത്രം, ഒരു മിനിറ്റ്, ഇമ്മാതിരിയുള്ള കുപ്രസിത്രം ഞാനല്ല, ഇപ്പൊ കയറി വന്ന അവന്റെ വായിൽ വന്ന വെടിക്കെട്ടാണത്. കഷ്ടം. ഇതൊരുമാതിരി പാകിസ്ഥാൻ വെടിവെച്ചോലെയായി. അതെന്ത് ചറ പറ വെടിവെക്കുന്നു, ഒന്നും അങ്ങോട്ട് ഏക്കണു. സംഭവം എന്താണെന്നറിയാമോ? ഞാൻ ഗുണ്ടെന്ന് പറയാൻ വന്നതാണ്. അത് നിങ്ങളതോടെ നെറ്റിയിൽ ചുവന്ന പെൻസിലിട്ട് വരച്ചായിട്ട് അറിഞ്ഞൂടെ ഗുണ്ടയാണെന്ന്? അത് പെൻസിലിട്ട് വരച്ചല്ല, പിന്നെ അത് ഗിരിരാജൻ കൊത്തിയത്. ഏതോ ഗിരിരാജൻ കോഴി കൊത്തിയത്. ഇത് തുടങ്ങാറായില്ലേടേ? അതെ, ഇത് സിനിമാ തിയേറ്റർ അല്ല കൃത്യസമയത്ത് തുടങ്ങാൻ. ഇത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. മറുകൂട്ട് എന്റെ ഭാര്യയെ കേട്ടിട്ട് നീ ഇപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഇപ്പൊ വെപ്രാളപ്പെട്ടിരിക്കണ്. അതല്ല, നീ ഇപ്പൊ എന്തൊരു ജോലി ചെയ്യണമെന്ന്. ഞാനാ? അതെ, കടലിലും ഉണ്ട് വീട്ടിലും ഉണ്ട് ഉപ്പ്. അതാണ് കടലിലും ഉള്ളത് വീട്ടിലും ഉള്ളത്. അതല്ല, പിന്നെ എനിക്ക് 6 മാസം കടലിലും ആണ് ജോലി. അത് കഴിഞ്ഞാ വീട്ടിലാണ്. ഷിപ്പിലല്ലേ? ഷിപ്പില് എനിക്ക് ഷിപ്പിൽ ജോലി ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് രാജ്യങ്ങൾ കാണാം. അയ്യോ, ഒരുപാട് രാജ്യങ്ങൾ കാണാൻ പറ്റും. കൊറേഷ്യ, മലേഷ്യ, ഇന്തോനേഷ്യ, ഉത്തരേഷ്യ. എന്താണ് മൊത്തം ഏഷ്യ? എനിക്ക് മുമ്പൊരു പെട്ടിയാട്ടോർഷ്യ ഉണ്ടായിരുന്നു. അതാണ് അങ്ങനെ പറഞ്ഞത്. ആണല്ലേ? പിന്നെ കടലിലുണ്ട് ഇഷ്യ. കേട്ടിട്ടില്ലേ? തെര വരുമ്പം എന്നാ വേഷ്യ. അല്ല, നിങ്ങൾ ആരകത്ത് കിടക്കണേ? എന്റെ അമ്മായിയപ്പൻ. അമ്മായിയപ്പ പെറുവോ? എന്റെ ഭാര്യയുടെ അകത്ത് കിടക്കണത്. ഭാര്യ. എന്റെ ഭാര്യയെ വീട്ടുകാർ ഞാനുമായിട്ട് ഇച്ചിരി പ്രശ്നത്തിലാണ്. ഞാനൊരു ചന്തയിൽ അടി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ അവൾ അച്ഛൻ എന്നോട് വിളിച്ച് പറയാണ്, എടാ നിന്റെ ഭാര്യയെ കൊണ്ട് ആശുപത്രിയിൽ ഇട്ടിട്ടുണ്ട്, നീ വേണമെങ്കിൽ വന്ന് ഇനി ഉത്തരവാദിത്തം കാണിക്കാൻ. എനിക്ക് ഉത്തരവാദിത്തം ഉണരൂലേ? അപ്പൊ തന്നെ എന്റെ പായും തലേണ എല്ലാം കൂടെ കൊണ്ട് ഇവിടെ ഇട്ട് എന്നിട്ട് ഞാൻ ഇവിടെയും കിടന്ന് ഇത്രയും ദിവസമായിട്ട് അവൾ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ടില്ല. ഞാൻ വിളിക്കൂല. ഇനി എവള് പ്രസവിച്ച് കൊച്ചിനെ കൈ കിട്ടൂലേ? എന്നിട്ട് വേണം എനിക്ക് മാമനെ വിളിച്ച് 2 ഡയലോഗ് പറയാം. അയ്യോ, സഞ്ചിക്കകത്ത് ഭയങ്കര കോമഡിയാണ് കേട്ടാ. കാരണം എന്ന് കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും കരഞ്ഞുകൊണ്ടാണ് പ്രസവിച്ച് വരണേന്നല്ലേ പറയണേ. എന്റെ കൊച്ചു കരയാൻ പാടില്ല. കരഞ്ഞ് വെളിയിൽ വരുമ്പം തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചിന്റെ അടുത്ത് ഈ കളിപ്പാട്ടം കൊണ്ടുവച്ചിട്ട് ഞാൻ കളിപ്പിക്കും. എങ്ങനെ? ഇങ്ങനെ കളിപ്പിക്കും. ഇങ്ങനെ കളിപ്പിക്കുകയാണെങ്കിലേ ചാച്ച ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ പേടിപ്പിച്ചാതെയായിരുന്നു. എന്ത് പേടിച്ച് പ്രസവിച്ചേരെ? എന്റെ ഭാര്യ പ്രസവിച്ച് എന്റെ ഭാര്യയും പ്രസവിച്ച് ഇനി മാമനെ വിളിച്ച് 2 വാക്ക് സംസാരിച്ചിട്ട് എന്നെ കാര്യം. ആഹാ മാമാ, സുമ പെറ്റ് അറിഞ്ഞ കൊച്ചിനെ കിട്ടിയ? ഇതിന് വേറെ വല്ല വാതിലും ഉണ്ടോ? എന്തോ എനിക്കറിഞ്ഞൂടാ. ഇനി വേറെ വല്ല വഴി വെളിയിൽ കൊണ്ടുപോകോ? ഹെലികോപ്റ്റർ വഴിയെല്ലാം കൊണ്ടുപോയാ? അങ്ങനെ കൊണ്ടുപോകാൻ കഴിവൊന്നും എന്റെ മാമനില്ല. എന്നിട്ട് വാർഡില്ല. ഓഹോ ഓ ഓ ഓ ഓക്കെ. ഭാര്യ പ്രസവിച്ച് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. കുഞ്ഞു മാറിപ്പോയി? അല്ല അച്ഛൻ മാറിപ്പോയി? അല്ല എനിക്ക് ആശുപത്രി മാറിപ്പോയി. ഇവിടെ അല്ല ജനറൽ ആശുപത്രിയിലാണ് അവൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോ. അതാണ് ശരിയാണ്, അങ്ങോട്ട് പോവാം കേട്ടാ. ആശുപത്രി മാറിപ്പോയി. 3 ദിവസമായി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്.
അതൊക്കെ അതെല്ലാം ശരി. അപ്പൊ ഞാൻ ഈ 3 ദിവസം കൊണ്ട് കഞ്ഞി വാങ്ങിച്ചു കൊടുക്കുന്നു, 3 ബ്ലഡ് കൊടുത്ത് മരുന്ന് മാറ്റി ഇതൊക്കെ യാതൊരു സുമയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്. എന്റെ ഭാര്യ സുമയ്ക്കപ്പം നീയാണ് കഞ്ഞിയും ബ്ലഡും ഇതെല്ലാം കൊടുത്തത്. എന്റെ ഭാര്യയിലെ പേര് സുമേ. എന്റെ ഭാര്യ ഒരു സുമ. എന്തായാലും ഒരു ഗർഭിണിക്കാനെ കിട്ടിയല്ല, അത് എന്നെ ഭാഗ്യം. അതെ, എന്തായാലും ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ഒരു 5000 രൂപ കൂടെ തരുമോ? എന്തു പറ്റി? അല്ല, പ്രസവം നോക്കിയ സ്ഥിതിക്ക് പ്രസവാനന്തര ശുശ്രൂഷയും കൂടെ നോക്കുവോ? ഇനി ഒരു കാര്യം ചെയ്യാം, ഇത് കയ്യിൽ വെച്ചോ. എന്തിന്? നിന്റെ കൊച്ചു എന്തായാലും പ്രസവിച്ച് കൊണ്ടുവരുമല്ലോ. അപ്പൊ കരഞ്ഞോണ്ട് വരുന്ന കൊച്ചിന്റെ ഒപ്പം നീ പേരുതാണ്ടെങ്കിൽ ഇവിടെ ലേബർ റൂമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ 2 ആൾക്കാരുണ്ടേ. ഇപ്പം ഇങ്ങോട്ട് നോക്കുമ്പോഴേ ഒന്ന് പക്രുചേട്ടൻ, ഒന്ന് ഇവിടെ 2 തവണത്തെ എക്സ്പീരിയൻസ്, പിന്നെ ദേ അവിടെ ബാക്കിൽ ഇരിക്കുന്നവന്റെ. ഇതുപോലത്തെ രസകരമായ നിമിഷങ്ങൾ ഉണ്ടായോ? ഭയങ്കര ടെൻഷനായിരുന്നു. ആണല്ലേ? നമുക്ക് ഇവരെ കരച്ചിൽ നമുക്ക് ഞാൻ അവിടെ കരയണെങ്കിലും പുറത്തിറങ്ങിയ പറഞ്ഞ വെളിയിൽ ഒരാൾ കരച്ചിലായിരുന്നു എന്നെക്കാളും. കരച്ചിൽ മാത്രമല്ല, ഏതൊക്കെയോ അമ്പലങ്ങളിൽ നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ട്. നടത്തി. പക്രുചേട്ടാ, ഇത് ഒരു ശകലം കോമഡി ഒരു സംഭവമാണ്. അതെ. അത് വേറൊന്നുമല്ല, ഈ കുഞ്ഞുണ്ടായി എന്നെ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈഫിനെ കാണണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, കാണാൻ മതിയായ ആഗ്രഹമുണ്ട്, കണ്ടോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അകത്തോട്ട് കയറണമെങ്കിൽ അതിനുള്ളിലെ ലേബർ റൂമിൽ ഒരു ഡ്രസ് ഉണ്ടല്ലോ, അത് ഇടണം. എന്റെ അളവിനുള്ള ഒരു ഉടുപ്പും അവിടെ ഇല്ല. ഇതിടാതെ എനിക്ക് അകത്തും പറ്റില്ല. അതിലുള്ളതിൽ ഏറ്റവും ചെറിയ സൈസ് ഒരു ഉടുപ്പിടിച്ചിട്ട് ഈ ചില ക്രിസ്മസ് പപ്പമാരൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുക. കാരണം താഴെട്ടിട്ടാ ഞാൻ തട്ടി വീഴില്ലേ. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോട്ട് ഞാൻ അവളെ കാണുമ്പോ ഇവളൊരു വല്ലാത്തൊരു ചിരി, എന്റെ കോസ്റ്റ്യൂം അത്രയും വേദന നിന്നിട്ട് പുള്ളിക്കാരിൽ ചിരി പൊട്ടിപ്പോ എന്റെ ഫിഗർ കണ്ടിട്ട്. അങ്ങനെ എനിക്ക് ഇവരുടെ കളിയാ ഇഷ്ടപ്പെട്ടത്. നല്ല ഫാസ്റ്റ് ആയിരുന്നു, ടൈറ്റ് ആയിട്ട്. അതുപോലെ തന്നെ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങള്, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു കളിപ്പാട്ടെടുത്ത് കിലുക്കുന്നതിൽ പോലും ഇവർ അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാം നടപ്പും കിടപ്പും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പിടി അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ ഇതിൽ പണിയെടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആയിരിക്കും. എന്തായാലും 2 പേർക്കും ഓൾ ദ ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ലേബർ റൂം എന്നുള്ള ഈ സ്കിറ്റ് എത്രത്തോളം ചാർജ് കയറ്റി എന്നുള്ളത് നോക്കാം. ഒരാൾക്ക് ടെൻഷൻ, ഒരാൾ ഭയങ്കര ഫ്രീയും ആണല്ലോ. ഇല്ല, കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയണ ചിരി ചിരി പല ചിരി, ധൃതതുണ്ടന താളത്തിൽ ഞാൻ 30,000 rupees ആണ് നിങ്ങളുടെ ടീമിന് ലഭിച്ചിരിക്കുന്നത്. സന്തോഷായില്ലേ? 3 ദിവസം വെറുതെ കിടന്നായില്ല അല്ലേ? ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ഇവിടെ നിന്നതും ഓക്കെ ആയി. പക്രുചേട്ടാ, അപ്പൊ 30,000 rupees ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരാമോ? ശുശ്രൂഷയ്ക്ക് 5000 രൂപ ചോദിച്ചത്, 30,000 ആയിട്ടുണ്ട്. അതെങ്ങനെ വേണം തീരുമാനിച്ചോ? അപ്പൊ നിങ്ങൾക്ക് കോമഡി മാസ്റ്റേഴ്സിന്റെ 30,000 rupees.